ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അഭിലാഷ് വളരെ മാന്യനായ ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ റിസ്ക് എടുക്കുന്നത്. റിസ്കോ? എനിക്ക് മനസ്സിലായില്ല സർ. അപകടകരമായ ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നത് റിസ്ക് ആണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെപ്പോലെ മാന്യനായ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം കോഞ്ഞാട്ടിയായി പോകുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട് മാത്രമാ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാൻ തീരുമാനിച്ചത്. എന്താ സർ, എന്താ കാര്യം? ഓഫീസിൽ തന്നെ പാട്ടായ പല കാര്യങ്ങളും അവിടുന്ന് തന്നെ നിങ്ങൾ അറിഞ്ഞു എന്ന് എനിക്കറിയാം. അറിഞ്ഞതൊന്നും വിശ്വസിക്കണോ വേണ്ടയോന്ന് എനിക്കിപ്പോഴും അങ്ങോട്ട്. കൺമുമ്പിൽ സ്വന്തം ജീവിതമാ. ഒരു ജോലി പോയാൽ വേറൊരു ജോലി കിട്ടും. പക്ഷെ അതുപോലെ അല്ലല്ലോ ജീവിതം. അതിന്റെ പ്രാധാന്യം ഒരിക്കലും കുറച്ച് കാണരുത്. എന്നാലും ഗിരി സാറിനെ പോലെ ഒരാളെ കുറിച്ച് അങ്ങനെയൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും. ഗിരിയെ പോലുള്ള വലിയ വലിയ ആളുകളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ഏടുകളും ഉണ്ടാവും അഭിലാഷ്. അത് സ്വാഭാവികം മാത്രമാണ്. അത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. ജീവിതമല്ലേ, പല ബന്ധങ്ങളും ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ അതൊക്കെ മറ്റൊരാളുടെ ജീവിതത്തെ ബാധിക്കുന്നിടത്താണ് പ്രശ്നം. അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് പ്രതീക്ഷയും ഗിരിസാറും തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം ഓഫീസിൽ എല്ലാവരും പറയുന്നത് സത്യമാണെന്നാണോ? പരമസത്യം. എന്താ വിശ്വാസമായില്ലേ? മറ്റാര് തന്നോട് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അങ്ങനങ്ങ് കണ്ണും പൂട്ടി വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ ഗിരിസാറിന്റെ സ്വന്തം അമ്മാവനല്ല അമ്പി സാറ്. സാറ് പറയുമ്പോ ഞാൻ പറയുന്നതുകൊണ്ട് മാത്രം വിശ്വസിക്കണ്ട. നടന്ന കാര്യങ്ങൾ തെളിവ് സഹിതം മനസ്സിലാക്കിയിട്ട് വിശ്വസിച്ചാൽ മതി. സുമിയുമായിട്ടുള്ള ഗിരിയുടെ കല്യാണം പോലും മുടക്കാൻ ശ്രമിച്ചവളാണ് ഈ പ്രതീക്ഷ. അപ്പോ ഗിരിസാറും അവളും തമ്മില് അതിന് മാത്രം അടുപ്പം ഉണ്ടായിരിക്കണമല്ലോ. കല്യാണത്തിന്റെ അന്ന് ഗിരിയുടെ ആവശ്യപ്രകാരം പോലീസിനെ കൊണ്ട് അവളെ ലോക്കപ്പിലാക്കിയതേ ഈ ഞാനാ. സാർ സത്യമാണോ ഈ പറയുന്നത് സർ? തെളിവ് സഹിതമൊന്നും ഞാൻ പറഞ്ഞത് വെറുതെ അല്ല അഭിലാഷേ. എന്നിട്ടും അവള് ജാമ്യത്തിൽ ഇറങ്ങി രണ്ടും കൽപ്പിച്ച് കല്യാണ പന്തലിലെത്തി. അവളെ ഗിരി അമ്മയൊക്കെ പറഞ്ഞ പ്രകാരം പിടിച്ച് പൂട്ടിയിട്ടതും ഞാൻ തന്നെയാ. നോക്ക്. ഇനിയും തെളിവ് വേണമെന്നുണ്ടെങ്കിലേ ടൗൺ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ മതി. അന്ന് ഇതിലൊക്കെ ഇൻവോൾവ് ആയത് SI രാജശേഖരനായിരുന്നു. അയാള് CI ആയിട്ട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. എടാ, നീ എന്താണ് ഈ പറയുന്നത്? എനിക്ക് ഈ കല്യാണവും വേണ്ട, ജോലിയും വേണ്ട. അവരിപ്പൊ തന്നെ അങ്ങ് വിളിച്ചു പറഞ്ഞേക്ക്. നല്ലൊരു ജീവിതം മുന്നിൽ വന്ന് നിൽക്കുമ്പോ നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? കാര്യങ്ങളൊന്നും അറിയാത്തോണ്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഗിരിധരൻ നമ്പ്യാരുടെ പാവയായി, അയാളുടെ വെപ്പാട്ടിയുടെ വാടക ഭർത്താവായി, അതിന്റെ ശമ്പളം വാങ്ങി ജീവിക്കേണ്ട ഗതികേടൊന്നും നിങ്ങളുടെ മോന് വന്നിട്ടില്ല. ഇപ്പൊ തന്നെ അവരോട് അങ്ങ് വിളിച്ചു പറഞ്ഞേക്ക്. അമ്മേ, അമ്മേ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചേ? എന്തൊക്കെ കേക്കുന്നേ? എനിക്കൊന്നും അറിയില്ല എന്റെ മോളെ. അമ്മേ, അമ്മ ഇങ്ങനെ കരയാതെ. എന്തെങ്കിലും പരിഹാരം കണ്ടെത്താം. ഒന്ന് സമാധാനപ്പെടമ്മേ. അഭിലാഷിന്റെ അമ്മയുടെ ഫോൺ വന്നു. അവർ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുവാന്ന് പറഞ്ഞു. അത് കേട്ടതും എന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ എനിക്ക് തോന്നിയത്. എന്താ കാര്യം? പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അവർ എന്ത് കാരണമാ പറഞ്ഞേ? അമ്മ ചോദിച്ചില്ലേ? ആരൊക്കെയോ എന്തൊക്കെയോ തെറ്റിദ്ധാരണകള് അവരുടെ മനസ്സിൽ കുത്തി നിറച്ചിട്ടുണ്ട് ഈ കല്യാണം വേണ്ടെന്ന് വെക്കാൻ. അവര് പറഞ്ഞ കാരണങ്ങൾ കേട്ടിട്ട് എന്റെ നെഞ്ച് തകർന്നു പോയി. അത്ര നാണം കെട്ട കാര്യങ്ങളാ അവര് പറഞ്ഞതൊക്കെ. അങ്ങനെയൊക്കെ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുമെന്ന് എനിക്കിപ്പോഴും. അതിന് മാത്രം അവരെന്താ പറഞ്ഞത്? പറയമ്മേ, എന്താ? അതൊക്കെ നിന്നോട് അമ്മ എങ്ങനെയാ മോളെ? അറിഞ്ഞേ പറ്റൂ. എനിക്കറിയണം.
ഇത്രയും വലിയൊരു തീരുമാനം അവരെടുത്തത് എന്തിനാന്ന് ഞാനും ഗിരി അറിയണ്ടേ? പ്രതീക്ഷയ്ക്ക് ഗിരിയുമായി രഹസ്യമായി എന്തോ അടുപ്പമുണ്ടെന്ന്. ഗിരിയായിട്ട് അവൾക്ക് എന്തെടുപ്പുണ്ടെന്ന്? ഗിരി അവളെ സനുവിനെ പോലെ കാണുന്നത്. തിരിച്ച് അവക്കും ഗിരിയുടെ അടുത്ത് എന്താ അടുപ്പെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ അറിയുന്നതും പറയുന്നതും അല്ലല്ലോ മോളെ വിഷയം. നാട്ടുകാരുടെ വായടപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഛേ, ഹ, ഈ നുണക്കഥകളൊക്കെ അവരോട് ആരാ പറഞ്ഞത്? പ്രതീക്ഷയും ഗിരിയും ചേർത്ത് ഓഫീസിൽ എല്ലാവരും ഓരോന്ന് പറയുന്നുണ്ടെന്ന്. ഉഫ്. ഛേ. പ്രതീക്ഷ എവിടെ അമ്മേ? കല്യാണം മുടങ്ങിയെന്ന് അറിഞ്ഞ നിമിഷം മുതൽ കരച്ചിൽ നിർത്തിയിട്ടില്ല ആ പാവം. ചേച്ചി, കരയല്ലേ മോളെ? ഇതല്ലെങ്കിൽ ഇതിലും നല്ല 100 ബന്ധങ്ങൾ നിനക്ക് കിട്ടും. ഏറ്റവും നല്ലൊരു ചെക്കനെ കണ്ടെത്തി നിന്റെ ഗിരിയേട്ടനും ഞാനും നിന്റെ കല്യാണം നടത്തിയിരിക്കും. അല്ല സുമി ചേച്ചി, അല്ല. എന്റെ കല്യാണം മുടങ്ങിയതിലല്ല എന്റെ വിഷമം. എന്നെ ഗിരിയേട്ടൻ ചേർത്ത് ഇങ്ങനെയൊക്കെ പറയാൻ അവർക്ക് എങ്ങനെ തോന്നി ചേച്ചി? ഗിരിയേട്ടനെ പോലെ ഒരു വലിയ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയാനും നാവ് പൊങ്ങിയല്ലോ അവർക്ക്. നീ ധൈര്യമായിട്ടിരിക്കും. കാര്യമായിട്ടുള്ള എന്തോ തെറ്റിദ്ധാരണ എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. അത് മാറും. സത്യം എന്താണെന്ന് എല്ലാവരും അധികം വയ്യാതെ തിരിച്ചറിയും കുട്ടി. അഭിലാഷ് വീട്ടുകാരും ഇനി തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും എന്ത് വ്യത്യാസം ഉണ്ടാവാനാ ചേച്ചി? ആരും എന്തോ പറഞ്ഞതും വിശ്വസിച്ച് എന്നെ ഇങ്ങനെ തള്ളിപ്പറയാൻ അയാൾക്ക് എന്ത് കഴിഞ്ഞെങ്കിൽ അയാൾ അത് എന്ത് വേണമെങ്കിലും ചെയ്യില്ലേ? എന്ത് വിശ്വസിച്ച് ഞാൻ അയാളുടെ കൂടെ ജീവിക്കേണ്ടത്? കല്യാണവും കുടുംബജീവിതവും ഒന്നും ഒരു കാലത്ത് ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. അതൊന്നും വേണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. മോളെ, ഞാനിവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ അമ്മയുടെ കൂടെ ജീവിച്ചോളാം. എനിക്കത് മതിയമ്മ. മോളെ, നീ പറഞ്ഞത് ശരി തന്നെയാ. കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാന വാക്കൊന്നുമല്ല. കല്യാണം കഴിക്കാതെ മനുഷ്യർക്ക് സന്തോഷത്തോടെ ജീവിക്കാം. അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയണം. എന്തായാലും ഈ വിഷയം അങ്ങനെ വിട്ടുകളയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സുമി, ഗിരി, ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് ഗിരി സമാധാനമായിട്ട് കേൾക്കണം. എന്താ സുമി, എന്താ ഉണ്ടായേ? നേരാണോ സുമി നീ പറയുന്നേ? അതെ ഗിരി, ഈ വാർത്ത അറിഞ്ഞ് ഞാനിപ്പോ അമ്മയുടെ അടുത്ത് എത്തിയിരിക്കുക. സുമി നീ ഫോൺ വയ്ക്കേ, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വിളിക്കാം. ഹലോ അരവിന്ദ്. ആ സാർ, അഭിലാഷ് എവിടെ? ഇതുവരെയും വന്നിട്ടില്ല സാർ. എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞ അഭിലാഷ് ലീവ് ഇട്ടിട്ടുണ്ടോ? ഇല്ല സാർ, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല സാർ. ഗിരി, നമ്മുടെ അഭിലാഷ് എന്ത് പറ്റി? അഭിലാഷ് ജോലി റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തെന്നോ? എപ്പോ? ഇന്ന് അവൻ HR മെയിലിട്ടിരുന്നു. എന്താ ഗിരി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് ഒരിടം വരെ പോണം. എന്താ മോനെ നടക്കുന്നൊക്കെ? എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ, ഞാൻ അഭിലാഷുമായിട്ടൊന്ന് സംസാരിക്കട്ടെ.
എന്താ ഉണ്ടായെന്ന് അറിയണമല്ലോ. ഇനി അഭിലാഷ് തയ്യാറാണെങ്കിലും ഈ കല്യാണം വേണ്ടാന്നുള്ള തീരുമാനത്തിലാണ് പ്രതീക്ഷ. പ്രതീക്ഷ എവിടെ? മുറിയിലുണ്ട്. നല്ല വിഷമമുണ്ട് പാവം. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു അവളുടെ മനസ്സില്. അതെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണില്ലേ. ഏയ്, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ മോളെ. ഞാൻ എന്തായാലും അഭിലാഷിനെ ഒന്ന് കാണുന്നുണ്ട്. വേണ്ട, ഗിരിയേട്ടൻ എനിക്ക് വേണ്ടി അയാളുടെ കാല് പിടിക്കാനൊന്നും പോകണ്ട. എനിക്ക് ഈ കല്യാണം മുടങ്ങിയതിൽ ഒരു സങ്കടമില്ല ഗിരിയേട്ട. പക്ഷെ ഗിരിയേട്ടനെ കുറിച്ച് മോശം പറഞ്ഞത് അഭിലാഷു എന്റെ വീട്ടുകാരെ വിശ്വസിച്ചില്ലേ, അതാണ് എന്റെ വിഷമം. സത്യത്തിൽ ഇത് ചെയ്തവര് എന്നെ മോശക്കാരനാക്കാനാണ് മോളെ ശ്രമിച്ചത്. ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കി എന്റെ അനിയത്തിയുടെ കല്യാണം മുടക്കിയത് അതാരായാലും അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇങ്ങനൊരു നുണക്കഥ പ്രചരിപ്പിച്ച് ഈ കല്യാണം മുടക്കാനായിട്ട് മനഃപൂർവ്വം ആരെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലേ അത് തീർച്ചയായിട്ടും ചെയ്യാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ മാത്രം. അത് നിതീഷാണ്. എന്റെ മോളുടെ കല്യാണം മുടക്കിയിട്ട് അവൻ എന്ത് കിട്ടാനാ മോളെ? ഗിരിയെ തോപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കില്ലമ്മേ. ഗിരി, നിതീഷിന്റെ ചട്ടുകമായി ഇപ്പോഴും നമ്മുടെ ഓഫീസിൽ നിന്ന് പ്രവർത്തിക്കുന്നതേ മനുവാ. ഏതു മനു? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് മാനേജർ. മനസ്സിലായി. പലവട്ടം ഞാൻ അവനെ ഓങ്ങി വെച്ചതാ. പക്ഷേ ഒരാളുടെ വരുമാനം ഇല്ല. അവനിങ്ങോട്ട് കേറി വരുന്ന നിമിഷം കുത്തിനെ പിടിച്ച് ചാമ്പാനെ എന്റെ കൈക്കിടന്ന് ഇങ്ങനെ തരിക്കുക. അവനെ വെറുതെ വിടാൻ എന്തായാലും ഞാനും ഉദ്ദേശിച്ചിട്ടില്ല. വരട്ടെ, ചോദിക്കണമല്ലോ. മേ കമിൻ സാർ? വരണം വരണം. താങ്ക് യു സാർ. മനു അഭിലാഷ് നല്ല സുഹൃത്തുക്കളാണല്ലേ? അഭിലാഷ് സാറോ? ഏയ് അങ്ങനെയൊന്നുമില്ല സാർ. എങ്ങനെയൊന്നുമില്ലെന്ന്? അടുപ്പവും സൗഹൃദവും ഒന്നുമില്ല സാർ. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറ് പോലുമില്ല. അവന്റെ ഒരു ഓഫീഷ്യല് മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്ന ആളാ നിന്റെ ഓഫീഷ്യല്. അഭിലാഷ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ എന്നെയും ചേർത്ത് ഇല്ലാക്കഥ പറഞ്ഞുണ്ടാക്കിയ നീയാണാ. എന്തൊക്കെയാ സാർ ഈ പറയുന്നേ? സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. സത്യം പറയടാ, അഭിലാഷിനോട് ഈ നുണക്കഥ പറയാൻ നിന്നെ ആരാ ഏർപ്പാടാക്കിയത്? എന്തായിരുന്നു നിനക്കുള്ള ഓഫർ? സത്യം പറയുന്നത് നിനക്ക് നല്ലത്. അല്ലെങ്കിലേ നീ ജീവനോടെ മുറിവിട്ട് പോവില്ല. നീ പറയില്ലല്ലടാ. ഇതിന്റെ തല്ലല്ലേ സാറേ, ഞാൻ പറയാം, ഞാൻ എല്ലാം പറയാം. നിതീഷ് സാറ് പറഞ്ഞിട്ടാ ഞാനിതൊക്കെ ചെയ്തത്. ഇങ്ങനൊരു നുണക്കഥ പ്രചരിപ്പിച്ച് ഈ കല്യാണം മുടക്കാനായിട്ട് മനഃപൂർവ്വം ആരെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലേ അത് തീർച്ചയായിട്ടും ചെയ്യാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ മാത്രം. അത് നിതീഷാണ്.
സാറുമാർ എന്നോട് മാപ്പാക്കണം. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. സത്യം. അവര് കഴിച്ചോ? ഓ, അമ്മയ്ക്കുള്ളത് മുറി കൊടുത്തായിരുന്നു. ആ, അത് നന്നായി. നീ വെക്കോ. ശരി. ആരുടെ ശല്യമില്ലാതെ നമുക്ക് സ്വാതന്ത്ര്യമായിട്ടൊന്ന് സംസാരിക്കാം. ഹോ, ഈ വീട് എന്നും ഇതുപോലെ നമുക്ക് മാത്രമായിട്ട് കിട്ടുന്ന ഒരു സുദിനം ഉണ്ടാവുമോ ചേച്ചി? ആ ദിവസം അധികം ദൂരെ അല്ലമ്പി. മെല്ലെ മെല്ലെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. കുറച്ചെടുത്ത് കഴിക്കമ്പി. എന്നെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ഇവനോട് മാത്രമല്ല, ചോദ്യം അങ്കിളിനോടും കൂടിയാ. എന്താ അഭിപ്രായം ഗിരിമാനെ? അല്ല, ഇവനെ പോലെ അമ്മയും പെങ്ങന്മാരെയും കണ്ടാ തിരിച്ചറിയാത്ത ഒരു ആഭാസനാണെന്ന് എന്നെ കണ്ട അമ്പി അങ്കിളിന് തോന്നുന്നുണ്ടോ? ഒരുമാതിരി മറ്റേ വർത്താനം പറയില്ലട്ടോ. മറ്റേ പരിപാടി നിനക്ക് കാണിക്കാം. ഞാനത് പറയുന്നതാണ് പ്രശ്നം. എന്താ ഗിരി ഇത്? ഭക്ഷണത്തിന് മുമ്പിലാണോ വഴക്കും വക്കാണോ ഒക്കെ? ആദ്യം പ്രതീക്ഷ എന്നെയും കുറിച്ചുള്ള ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് അറിയണം. അത് കഴിഞ്ഞിട്ട് വെട്ടി വിഴുങ്ങിയാൽ മതി എല്ലാരും. പറയണം, പറയാൻ. ഞാൻ എന്റെ സനുവിനെ പോലെ കാണുന്ന പെണ്ണ അവള്. അവളെയും എന്നെയും ചേർത്ത് ഇങ്ങനെ ഒരു ഇല്ലാക്കഥ പറയാൻ നിനക്ക് കീ തന്നുവിട്ടത് ആരാണെന്ന് എനിക്ക് അറിയണം. നിന്റെ അമ്മയാണോ അതോ ഈ നിൽക്കുന്ന നട്ടലില്ലാത്ത നിന്റെ അമ്മാവനോ? പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വല്ലോരും വല്ലതും പറയുന്നത് കേട്ട് ഗിരിയേട്ടൻ വെറുതെ എന്റെ നെഞ്ചത്ത് കയറാൻ വരരുത്. ഇനി ഒരു നിമിഷം പോലും നീ എന്നെ ഏട്ടാന്ന് വിളിച്ചു പോകരുത്. എന്റെ അച്ഛന്റെ ചോരയല്ല നിന്റെ ഞരമ്പിൽ ഒഴുകുന്നത്. അതിന്റെ തെളിവാ നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും. വെറുതെ എന്നെ പറയണ്ട. നാട്ടുകാർ ഓഫീസിലുള്ളവരും പലതും പറയുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് അത്രയ്ക്ക് നാണക്കെട്ട കാര്യങ്ങളെ പുറത്ത് കേൾക്കുന്നത്. അത് ഗിരിയേട്ടന് അറിയാൻ പാടില്ല. നിർത്തുക റാസ്കൽ. എല്ലാം ചെയ്തു കൂട്ടിയിട്ട് നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നോ? നീയൊന്നും വിചാരിച്ച തകരുന്ന ചീട്ടുകൊട്ടാരോ അല്ല ഗിരിധർ നമ്പ്യാർക്കുള്ള ഇമേജ്. മനസ്സിലായോടാ വൃത്തികെട്ടവനെ? ഇന്ന് നീ കാണിച്ച പോലത്തെ സംസ്കാരമില്ലാത്ത പ്രവൃത്തി ഇനി മേലിൽ നീ ആവർത്തിച്ച ആദ്യം അഴിയെണ്ണാൻ പോകുന്നത് നീയായിരിക്കും. എന്റെ ഭർത്താവിനെ തൊട്ട് പോർത്തിനി. കുറെ നാളായി നിങ്ങളുടെ വലിയേട്ടൻ കളി ഞങ്ങൾ സഹിക്കുന്നു. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതോർത്താ നിങ്ങൾക്ക് കൊള്ളാം. അല്പം മുന്നേ പറഞ്ഞല്ലോ വലിയ ഇമേജിനെ കുറിച്ച്. ഞങ്ങളൊക്കെ വല്ലതും പ്രവർത്തിക്കോ മറ്റോ ചെയ്താ നിങ്ങൾക്ക് തന്നെ അതിന്റെ മോശം. എനിക്ക് ഗിരിധർ നമ്പ്യാരെ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ അധികാരം അഹങ്കാരമൊക്കെ
നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാ മതി. എന്റെ ഭർത്താവിന്റെ നേരെ ചൊരിയണ്ട. ഇനി ഒരക്ഷരം നിന്റെ വായിന്ന് ഇവിടെ കേട്ടുപോരും.